നിങ്ങൾ നുണ പറയാതെ ഒരു സത്യം പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾ സത്യം മാത്രം, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം തമാശ പറയരുത്. ആദ്യം ഞങ്ങൾ സത്യമേ പറയൂ, സത്യമേ ചെയ്യൂ. ആദ്യം കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. കാര്യം പറയട്ടെ. ഈ സ്വർണ്ണപ്പാളി അത്രയും അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് CPM-കാരാണെന്ന് പറയുന്നുണ്ട്. ഒരു സത്യം പറയും. ആര് പറയുന്നു? ആര് പറയുന്നു? ആര് പറയണം? 2017 കാലഘട്ടം പ്രയാർ കേൾക്കൂ നിങ്ങളുടെ ചർച്ച കേൾക്കുന്ന ഈ സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടണമല്ലോ. അതെ, 2017 കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് അവിടെ നിന്ന് പലതും സംഭവിച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ താങ്കൾക്ക് സാധ്യമാകുമോ? നിഷേധിക്കാൻ പറ്റും. എങ്ങനെ നിഷേധിക്കാൻ? ഞാൻ തെളിവുകൾ തരാം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം കിട്ടിയാൽ മതി. എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 2017 അവിടെ നിൽക്കട്ടെ, 19 വരാം നമുക്ക്. കാരണം 2019 ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സ്വർണ്ണപ്പാളി പൂശാൻ കൊണ്ടുപോകുന്ന എപ്പോഴാണ്? നവീകരിക്കാൻ കൊണ്ടുപോകുന്ന എപ്പോഴാണ്? 2019. 2019 കേരളം ഭരിക്കുന്നത് ആരാ? പിണറായി വിജയനാ. അന്നാരാ ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി? G. സുധാകരനാ. അന്നാരാ ദേവസ്വം പ്രസിഡന്റ്? പത്മകുമാറാണ്. അപ്പോൾ ഇവരെല്ലാവരും ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ, CPM-കാരാ ആണല്ലോ. ആണ്. ഈ CPM-മാർ ഭരിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു സംവിധാനമായിരുന്നു ഈ അന്വേഷണമായിട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുകയാണ് ഇവരെല്ലാവരും ഇതിനകത്ത് അറിയാവുന്നവർ തന്നെയാണ്. ആരും ഇതിനകത്ത് അറിയാൻ പാടില്ലാത്തല്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പത്മകുമാറിൻ്റെ തലയിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് വളരെ കൃത്യമായിട്ടും CPM ഇതിൽ നിന്ന് ഊരിപ്പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഊരിപ്പോകാൻ കഴിയുമോ? ഞാൻ അതുകൊണ്ട് ആദ്യമേ സത്യം പറയണേ. ഞാൻ പറയാം. ഇന്നലെ താങ്കൾ ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങൾ വേട്ടയാടുന്ന പത്മകുമാറിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചാൽ ആരാണ് ഉത്തരവാദി? ബോർഡ് തീരുമാനിക്കുന്നു, ഇന്നത് നടത്താൻ തീരുമാനിക്കുന്നു, കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, പോകുന്നു. ശരി ശരി. അതിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താൽ ആരാണ് ഉത്തരവാദി? ഉദ്യോഗസ്ഥരാണ്. ഇല്ല, ഉദ്യോഗസ്ഥരല്ല ഉത്തരവാദി. നിങ്ങളെയൊക്കെ പിടിച്ച് അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്ന ആരാ? ഈ പത്മകുമാർ ഈ പത്രപ്രസ്ഥാനം നടത്തുമ്പോഴേ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഉദ്യോഗസ്ഥർ നിങ്ങൾ പറയുന്നത് കേൾക്കാത്തത്? അങ്ങനെയല്ല ഞാൻ അല്ല, ഒരു മിനിറ്റ്, ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത പ്രസിഡന്റ് പറഞ്ഞാൽ കേൾക്കാത്ത ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കേൾക്കാത്ത പൂജാരിമാരും തന്ത്രിമാരും. അല്ല, അതിനെ അങ്ങനെ കാണരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നിങ്ങളുടെ വളരെ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു വിഷയത്തെ എങ്ങോട്ടും വളച്ചു കൊണ്ടുപോകാം. ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പേപ്പട്ടിയാക്കാം, പേപ്പട്ടിയാക്കിയിട്ട് ഈ പട്ടിയെ അടിച്ചു കൊല്ലാം. അവിടെയല്ല. ഞാനൊരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ബോർഡ് മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്ത് സെക്രട്ടറിയെ ഇത് നടപ്പിലാക്കാനായിട്ട് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നു. ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്, മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വേണം. സെക്രട്ടറി ആ കാര്യം നടപ്പിലാക്കുമ്പോൾ വീഴ്ച വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്താൽ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ മുകളിൽ നടപടി സ്വീകരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മളോട് തിരിച്ചുണ്ട് നടപടി സ്വീകരിക്കുക എന്ന് മാത്രമേ. നടപടി സ്വീകരിക്കണമല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ സെക്രട്ടറി എന്ന് പറയുന്നത് ആരുടെ നോമിനിയാണ്? സെക്രട്ടറി എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം സെക്രട്ടറി VS ശിവകുമാറിന്റെ. അങ്ങനെയല്ല, എന്റെ ചോദ്യം അതല്ല. ശിവകുമാറിന്റെ സഹോദരനാണെന്ന് തോന്നുന്നു. സർക്കാരിന്റെ ഭാഗമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആണല്ലോ. അപ്പോൾ സർക്കാരിന്റെ ഭാഗമാകുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? അല്ല, ദേവസ്വം സർക്കാർ പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ. സർക്കാർ പറയുന്ന കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് വച്ചേക്കുന്നത്? സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ട് കേൾക്കാത്തത് എന്ന് പറയുന്നത് ന്യായീകരണം. തീർച്ചയായിട്ടും. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ പറയാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഈ താങ്കളുടെ ഇടമലയാർ സർവീസ് സഹകരണ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അവിടുത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. താങ്കൾ പറയുന്നത് കേൾക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിയുകയും വേണം. കഴിയുന്നില്ലെങ്കിൽ അത് താങ്കളുടെ കഴിവുകേടാണ്. അല്ല, ഞാനതാ ബോർഡ് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. ആ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ അതിന് തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിയാൽ നടപടിയെടുക്കാനും നമുക്ക് സാധ്യമാവും. തൂക്കിക്കൊല്ലാൻ ഞങ്ങൾക്ക് നേരിട്ട് തൂക്കിക്കൊല്ലാൻ സാധ്യമാകില്ല. മുരാരി ബാബു ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലാക്കിയേ. ആരും ആയിക്കോട്ടെ. അല്ല, താങ്കൾ അങ്ങനെ പറയുന്നത് താങ്കൾ ആദ്യം പ്രസ്തുത വിഷയത്തിലേക്ക് വരട്ടെ. അല്ല, താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ആ പ്രസിഡന്റ് അറിയാതെയാണോ ഈ സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊണ്ടുപോയത്?
മഹസറ എഴുതിയപ്പോൾ ബാക്കി 12ഓളം പേർ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ ബാക്കി വരുന്ന 3ഓളം പേർ, അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി പൂശിയതിന് ശേഷം തിരിച്ചെത്തുമ്പോൾ ഹൈക്കോടതിയുടെ പ്രതിനിധി അവിടെ ഉണ്ട്, KR ജയകൃഷ്ണൻ, അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. മറ്റൊന്ന്, നമ്മൾ ഈ സ്വർണ്ണമൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വർണത്തിൻ്റെ അളവും തൂക്കവും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുന്ന ആളുണ്ട് അല്ലേ, ഉദ്യോഗസ്ഥനാണ്. അല്ല, അയാളുണ്ട്. അയാൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അപ്രൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലുള്ള ആളാണ്. അല്ലാതെ അയാൾ അതിൻ്റെ ഡയറക്റ്റ് ഈ പറയുന്ന നിങ്ങളുടെ ഉദ്യോഗസ്ഥനല്ല. 3, ഇത് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരാരും പറയുന്നത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. പകരം നിങ്ങൾക്ക് അറിയാവുന്ന 12 പേർ അതിനകത്ത് ഒപ്പിട്ടിട്ടുമുണ്ട്, അതിൽ തന്ത്രിമാരടക്കമുള്ളവരുണ്ട് താനും. അപ്പോൾ അന്ന് അറിഞ്ഞില്ലേ ഇതിനകത്ത് സ്വർണ്ണമല്ല പൂശിയിരിക്കുന്നതെന്ന്, ഇത് ചെമ്പാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ മഹസറിൽ എന്തുകൊണ്ട് കാണിച്ചില്ല? കൊണ്ടുവന്ന സ്വർണം എന്തുകൊണ്ട് തൂക്കിയിട്ടല്ലേ അറിയിക്കേണ്ടത്? ഇത്ര സ്വർണം അതിനകത്തുണ്ട്, ഈ സ്വർണം കൊണ്ടുപോയത് എത്രയാണ്, അതിനുശേഷം എത്രയാണ് തിരിച്ചു വന്നത്? 42 കിലോഗ്രാം കൊണ്ടുപോകുന്നു, 38 കിലോഗ്രാം തിരിച്ചു വരുമ്പോൾ 4.5 കിലോഗ്രാം എവിടെയാണെന്നുള്ളത് അറിയണ്ടേ? ഇതൊന്നും അതിനകത്ത് വരുന്നില്ലല്ലോ ബിജു. കേൾക്കൂ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. ഈ 2017 കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് സ്വർണം പൂശിയ വിഷയം പറയും. 19 അതിന്റെ വിഷ്വൽ അടക്കം കാണിച്ചു തരാം. ശിവകുമാറിന്റെ സഹോദരനായിരുന്നു വളരെ നീണ്ട കാലം അവിടെ ദേവസ്വം കമ്മീഷണറോ മറ്റോ ആയിട്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞൊരു ആപ്തവാക്യമുണ്ട്, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട. ഞങ്ങൾക്ക് ഇപ്പോഴും അതേ പറയുള്ളൂ. ഇനി ഒറ്റ നിമിഷം, താങ്കൾ അത് പറഞ്ഞുകൊണ്ട് മാത്രം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ട് ഈ മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണോ വന്ന സമൻസ് തിരിച്ചയക്കുന്നത്, മകൻ വന്ന സമൻസിനെ തിരിച്ചയക്കുന്നത്? ED അടക്കം പറഞ്ഞിട്ടുണ്ട് സമൻസ് അയച്ചിട്ടുണ്ട് എന്ന്. ലാവലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സമൻസ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഈ മടിയിൽ കനമില്ല എന്നൊക്കെ ആർക്കും എവിടെ എന്ത് വേണം വിളിച്ചു പറയാം. അത് താങ്കളുടെ പിണറായിക്കാവുമ്പോൾ അത് കൂടുതൽ ഉച്ചത്തിൽ ചോദിക്കട്ടെ. ഇന്നലെ ബഹുമാനായ ഞങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം വ്യക്തമായി ചോദിക്കേണ്ടത് ആർക്ക് സമൻസ് സെർവ് ചെയ്തു, ആര് കൈപ്പറ്റി, എവിടെ കൊടുത്തു, അതിന്റെ പൊസിഷൻ എന്താ ഇന്നലെ അദ്ദേഹം ചോദിക്കേണ്ടത്. അതിന് മറുപടി പറയുവാൻ ഇതുവരെ ED വന്നിട്ടില്ല. ED പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ സമൻസ് അയച്ചിട്ടുണ്ട്. എവിടെ അയച്ചു? ഒരു നിമിഷം. അയച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലേക്കാണ്. മുഖ്യമന്ത്രി സൺ ഓഫ് വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്. താങ്കൾ പറയുന്ന താങ്കളുടെ അത് ക്യാപ്സൂളാണ്, CPM-ന്റെ ക്യാപ്സൂളാണ്. ഞാനിപ്പോ പറയട്ടെ, ഇതിപ്പോ മനോരമയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. മനോരമ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്ന് പറഞ്ഞ് മനോരമയാണ് കുറ്റപ്പെടുന്നത്. അല്ല, അവിടെ കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ED പറഞ്ഞ വാചകം കൂടി ചേർത്ത് വെക്കുമ്പോൾ ED കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇതേ സമൻസ് അയച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ED പറഞ്ഞ കള്ളമാണെന്ന് പറയുന്നുണ്ടോ? അല്ല, ED നടത്തിയത് ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമുണ്ട്, ആരയച്ചു, ആക്കയച്ചു, ആര് കൈപ്പറ്റി, ആർക്ക് കൊടുത്തു? വിവേകന്റെ പേരിൽ അയച്ചു. ഈ മലയാള മനോരമ അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ മലയാള മനോരമ എന്ന് പറയുന്നത് എല്ലാ കാലത്തും രാജ്യത്ത് കള്ളം പറയുന്ന ഒരു പത്രം. അതായത് പണ്ട് അവരുടെ ചരിത്രം അറിയാമല്ലോ, നാട്ടിലെ ആൾക്കാർ എന്ന് ചിട്ടിക്ക് വേണ്ടി പൈസ പിരിച്ച് ചിട്ടിക്കാർക്ക് പൈസ കൊടുക്കാതെ നാട് വിട്ടുപോയി വരൂ സാർ, അവർക്ക് ആ പാരമ്പര്യമാണ്. അവരെപ്പോഴും കള്ളനായ ഞാൻ എപ്പോഴും ഗോപനെ കാണുമ്പോൾ ഞാൻ കള്ളനായതുകൊണ്ട് താങ്കളും കള്ളനാണെന്ന് തോന്നിപ്പോകും. മനോരമയെ പറ്റി അതാണ്. ഈ മനോരമ അല്ലാതെ ഏത് പത്രം റിപ്പോർട്ട് ചെയ്തു? അല്ലല്ല, ഈ തെളിവുകൾ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് പോകാൻ അല്ല. താങ്കൾ ഞാൻ പറയട്ടെ, കോൺഗ്രസ്സുകാരന്മാരെ ഞാൻ വിട്ടു, കാരണം അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത് മനസ്സിലായോ? കോൺഗ്രസ്സുകാരുടെ അവരെ കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വലിയ സമരങ്ങളുണ്ടാക്കി, പ്രതിഷേധങ്ങളുണ്ടാക്കി, പ്രതിഷേധങ്ങളുണ്ട്. ഒന്നും നടന്നില്ല. പകരം ഇപ്പൊ BJP രംഗത്തെത്തുന്നു. BJP ഗവർണറെ കാണുന്നു, ഗവർണറെ കണ്ട് കാര്യം പറയുന്നു. ഗവർണർ ശബരിമലയിലേക്ക് പോവുകയാണ്. പിണറായിയുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ദാർഷ്ട്യത്തിന്റെ അവസാന ആണിക്കല്ല് അടിക്കലായിരിക്കും ഇനി വരാൻ പോകുന്നത്. സാറേ, ഈ നിങ്ങൾ ഈ പറയുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഏജൻസികളും വന്നിട്ടുണ്ട്, പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്, അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഞങ്ങളുടെ മന്ത്രി, ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, ഞങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ആരുടെയെങ്കിലും പേരുണ്ടോ സാർ? ഇല്ല. ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥർ തെറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞെന്താ
വി.എൻ. വാസവൻ പറഞ്ഞെന്താ, അന്നത്തെ പ്രസിഡന്റുമാർക്ക് അതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന വാചകം ആരെ ഉദ്ദേശിച്ചാണ്? അത് ഞങ്ങളുടെ നന്മയാണ്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ പറഞ്ഞ എന്താ, ഈ പറയുന്ന സ്വർണം എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ മോഷണത്തിൽ നമ്പർ 1 ആണ് കേരളം, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരുടെ CPM, നിങ്ങളുടെ ഈ CPM-നകത്തുള്ളവരായി സഖാക്കന്മാരെ പറയുന്നത് നിങ്ങൾ നമ്പർ 1 ആണ്. ഞങ്ങൾ മന്ത്രി കള്ളന്മാർ, പെരുങ്കള്ളന്മാരാ നിങ്ങളെന്നാ പറയുന്നത്. അല്ല, എനിക്കൂടെ സംസാരിക്കാൻ അവസരം. തീർച്ചയായിട്ടും താങ്കൾ മാത്രം സംസാരിച്ച ഏകപക്ഷീയമായി പോകും. പൊതുസമൂഹം കേൾക്കുമ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാവണമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ വിശ്വാസികളോടൊപ്പം, ഞങ്ങൾ 100%, 100%, അതിൽ കൂടുതൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഏത് തരത്തിൽ നിങ്ങൾ പറയും, ഈ വാസവന്റെ കാര്യം പറയും, ജി സുധാകരന്റെ കാര്യം പറയും. അല്ല, വാസവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മന്ത്രി പറഞ്ഞതും സുധാകരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവ് പറഞ്ഞതും രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾ എടുക്കൂ, വിഷയത്തിന്റെ ഗാംഭീര്യം മനസ്സിലാക്കി ആ വിഷയത്തിന്റെ പ്രശ്നപരിഹാരവും അതിന്റെ സത്യസന്ധതയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്തവർ ഒരു കാര്യത്തിന് മറുപടി തന്നാൽ മതി. ജി സുധാകരൻ പറഞ്ഞ പോലെ നിങ്ങൾ കൊള്ളക്കാരുടെ ഒരു സങ്കേതമാണോ? ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണം കള്ളം ചെയ്യുന്നതിൽ, മോഷണം ചെയ്യുന്നതിൽ നിങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ വാചകം അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ തന്നെ നിങ്ങൾ കാലാകാലങ്ങളിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പട്ടി ആടാക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എറിഞ്ഞു കൊല്ലുക, അങ്ങനെ രീതി ഉണ്ടല്ലോ. നിങ്ങൾ വെറുതെ പത്മകുമാർ ഇന്നലെ CPM-ന്റെ സഖാവ് പറയുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയല്ല, പത്മകുമാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുൻ ദിവസം. ഇതേ പത്മകുമാറാണ് നിങ്ങളുടെ മന്ത്രി പറഞ്ഞത്, വി.എൻ. വാസവൻ പറഞ്ഞത്, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന്. അല്ല, അതെ, ഇതേ PS പ്രശാന്ത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് അന്ന് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനും പറയുന്നു. അല്ല, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈ പത്മകുമാറാണ് ഇപ്പൊ പറയുന്നത് ഇതെല്ലാം നടന്നതാണ് സംഭവം. അയാളുടെ മകനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ജയന്ത് പത്മൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് എന്തിനാണ് ഈ രുദ്രാക്ഷവും ഒപ്പം തന്നെ അവിടുത്തെ യോഗദണ്ഡും ഒക്കെ? യോഗദണ്ഡ് എന്ന് പറഞ്ഞ സാധനം സ്വർണം പൂശി എന്നാ പറഞ്ഞേ. സ്വർണം പൂശുന്ന സാധനമല്ല, തടിയാണെന്ന് മനസ്സിലായോ? അതിനകത്ത് വെള്ളിയുണ്ട്, വെള്ളി കെട്ടിയിട്ടുണ്ട്. എന്തുമാത്രം ഞാൻ ചോദിക്കുന്നത് പൊതുസമൂഹത്തെ എന്തുമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് CPM ഭരിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാരുടെ മക്കൾക്കും അവരുടെ ഇടപെടലുകൾ നടത്തുന്ന മറ്റുള്ള ഏജൻസികൾക്കും ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ പണികളും ഏൽപ്പിക്കും. ഇപ്പൊ നമുക്കറിയാം, ഊരാളുങ്കലാണെങ്കിലും അതുപോലെയൊക്കെ ഉള്ള ഒരുപാട് കമ്പനികൾക്ക് ഡയറക്റ്റ് ആയിട്ട് പണി ഏൽപ്പിക്കുന്ന. അതുപോലെ ഇവന്റ് മാനേജ്മെന്റ്, നിങ്ങളുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. ആ ഇവന്റ് മാനേജ്മെന്റുകൾക്ക് മന്ത്രിയുടെ ഓഫീസ് വഴി ഡയറക്റ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെ ഇത് പത്മകുമാറിന്റെ മകനും കൊടുക്കുന്നു. പത്മകുമാറിന്റെ മകനെ കൊണ്ടുപോകുന്നില്ല. സഖാക്കന്മാരുടെ മക്കളെ വളർത്താനല്ല ഒരു ഭരണം തന്നിരിക്കുന്നത്. അല്ല, പത്മകുമാറിന്റെ മകൻ അവിടെ ഈ രുദ്രാക്ഷവും അല്ലെങ്കിൽ യോഗദണ്ഡവും ഒക്കെ ചെയ്ത ചടങ്ങിൽ അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു പൈസയുടെ തിരിമറിയില്ല, ഒരു പൈസ വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. അല്ലാതെ ആദ്യമേ ഞാൻ പറഞ്ഞു, നിങ്ങൾ നുണ പറയരുത്. കാരണം ഇത് ശരിയാണ്, അദ്ദേഹത്തിന് തന്നെയാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. സ്പോൺസർ എന്ന് പറയപ്പെടുന്നത്, ഈ നവീകരിക്കാൻ കൊടുത്ത സ്പോൺസർ എന്ന് പറയുന്നത് ജയന്ത് പത്മനാഭൻ. അത് തന്നെ അദ്ദേഹം ചെയ്തു. അവിടെ എന്തെങ്കിലും ശബരിമലയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ദേവസ്വത്തിന് നഷ്ടമുണ്ടായോ? സ്വർണ്ണമാണ് വിജു. അവിടെ സ്വർണ്ണമല്ല, അടിച്ചു മാറ്റിക്കൊണ്ടുപോയ സ്വർണം. എവിടെ സ്വർണം? സഖാക്കന്മാർക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? നിങ്ങളുടെ പിണറായി വിജയൻ എന്തെങ്കിലും മറുപടി പറഞ്ഞു? സ്വർണ്ണപ്പാളിയെ കുറിച്ച് എന്തെങ്കിലും പുള്ളി പറയണം? നിങ്ങളുടെ MP ഗോവിന്ദൻ എന്തെങ്കിലും മറുപടി? എന്തിനു പറയണം? അല്ല, പറയണ്ടേ? എന്തിനാ? ജനങ്ങളുടെ 42 കിലോഗ്രാം സ്വർണ്ണം 38 കിലോഗ്രാം ആകുമ്പോൾ 4 കിലോഗ്രാം സ്വർണ്ണം എവിടെ പോയെന്ന് ചോദിച്ചാൽ, രാജ്യത്ത് കുറയ്ക്കുന്ന പട്ടികളെ എല്ലാം തിരിച്ച് കുറയ്ക്കാനോ കല്ലെറിയാനോ നിൽക്കേണ്ട കാര്യമില്ല. കുറയ്ക്കുന്നവൻ കുറച്ചിട്ട് അവന്റെ വഴിക്ക് പോകും. ഞങ്ങൾ പറയുന്നു, നെഞ്ചു വിരിച്ച് പറയുന്നു, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ചാനലിന്റെ ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ തങ്ങളെ വിളിക്കുക. തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ, ഞങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ, ഞങ്ങളുടെ ദേവസ്വം മന്ത്രിക്കെതിരെ ഞങ്ങളിരുന്ന കാലഘട്ടം ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും ഞങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ, മുരാരി ബാബു കോൺഗ്രസ്സുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ്സുകാരൻ പ്രസിഡന്റായ സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 2017 യോഗദണ്ഡോ അല്ലെങ്കിൽ മാലയോ ഒക്കെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 2017 ഭരിക്കുമ്പോഴും ജി സുധാകരൻ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി ജി സുധാകരൻ. അല്ല, അങ്ങനെ പ്രസിഡന്റ് ആരാണ്? അല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ് ഒരിക്കലും വെള്ളപൂശില്ല. ഇനി പ്രയാറാണെങ്കിൽ പ്രയാറിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മന്ത്രിക്ക് ആയില്ല എന്നുള്ളതാണ്. ഞാൻ അതിന് മറുപടി പ്രയാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മന്ത്രിക്ക് ആയില്ല.
മനസ്സിലായോ? അടിച്ചു മാറ്റിയ സ്വർണം നിങ്ങളുടെ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരോ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഞങ്ങളുടെ ഒരു മന്ത്രിയോ ഞങ്ങളുടെ മന്ത്രിസഭാ അംഗങ്ങളോ ഈ സ്വർണമോ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ട്, ഒരു ബട്ടൺസിന്റെ ഒരു നൂലിഴയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവ് താങ്കൾക്ക് തരാൻ പറ്റും. ഗവർണർ അടക്കം ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. വലിയ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. നിങ്ങളുടെ വിജിലൻസ് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരട്ടെ. CBI ഏജൻസി. എന്റെ സൗണ്ടും കൂടെ ഈ നിങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടണമല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പറഞ്ഞു ഹൈക്കോടതി പുതിയ ഏജൻസികളെ നിയമിച്ചു ഇത്ര ദിവസമായി. ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പേര് വന്നോ? ഞങ്ങളുടെ പത്മകുമാറോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിപട്ടികയിൽ പത്മകുമാറുണ്ട്, വാസുണ്ട്, നിങ്ങളുടെ ദേവസ്വം ബോർഡുണ്ട്. 2019 പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അല്ല, കേസെടുത്തു. ഇന്നലെ 8 പേർക്ക് വരെ കേസെടുത്തിട്ടുണ്ട്. വരുന്നുണ്ട്. എന്റെ ഗോഞ്ചി ഞാൻ ചോദിക്കട്ടെ, ഇതിനെക്കാട്ടി വലിയ ഏജൻസികൾ വന്ന് തിരുവനന്തപുരത്ത് വട്ടോട്ട് വന്നിട്ട് വട്ടത്തിൽ അങ്ങ് പോയതേ ഉള്ളൂ. അറിയാമല്ലോ താങ്കൾ. ഞാൻ വലിയ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമാണ്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും ഒക്കെ പിണറായി വിജയന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാകാം. അതൊരു മോശമായ അതൊരു കുരുക്കിലാണ് എന്നുള്ള കാര്യം മറന്നുപോയി. അത് പലപ്പോഴും ഒരിക്കലും ജയിലിടിഞ്ഞാൽ പുറത്തു വരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുരുക്കുണ്ടാവും. ആ കുരുക്കിൽ നിന്ന് ഒരിക്കലും ഈ പിണറായി വിജയനും മക്കൾക്കും ഒന്നും പുറത്തു വരാൻ പറ്റില്ല. കേന്ദ്ര ഏജൻസി അത്ര സ്ട്രോങ് ആണ്, കേന്ദ്ര സർക്കാരും അത്ര സ്ട്രോങ് ആണ്. അല്ല, കേന്ദ്ര സർക്കാർ സ്ട്രോങ് ആണെങ്കിൽ എന്തേ അവർ ഇത് ചെയ്യാത്തത്? ചെയ്യും. എന്ത് ചെയ്യും? കാണുക. അവർ ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വരൂ, അന്വേഷിക്കൂ, കൊണ്ടുപോകൂ. കേന്ദ്രത്തിൽ നിന്ന് EDയും അല്ലെങ്കിൽ കസ്റ്റംസും വിജിലൻസും CBI ഒക്കെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകുന്നു വനിതാ. ഏത് കേസിലാ? താങ്കൾക്കറിയാലോ, സ്വർണ്ണക്കടത്ത് കേസിൽ. ഞങ്ങൾ നെഞ്ചു പിരിച്ച് നിന്നില്ലേ? വല്ലതും ചെയ്താ? ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പോലും ഞങ്ങളുടെ ആരാധനായ മുഖ്യമന്ത്രിയില്ല. അല്ല, അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലോ. അന്വേഷണ റിപ്പോർട്ടുകളുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അത് സ്വർണ്ണപ്പാളിയാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും. സാറേ, അവസാനിക്കുന്നതിന് മുന്നേ സ്വർണ്ണക്കടത്തിന്റെ കേസിലൊക്കെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് ഒന്നുകിൽ ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. അത് സമർപ്പിച്ചു കഴിഞ്ഞു. അവരെ വരുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇന്നുവരെ അത് പരിപൂർണതയിൽ എത്തിയിട്ടില്ല. അത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അതിന്റെ അന്വേഷണം നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ഈ 2-3 പേരിൽ ഒതുക്കി നിർത്തുന്നു എന്ന് പറയപ്പെടുന്നത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. വരുന്ന സ്വർണ്ണപ്പാളി വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ മറുപടി പറയേണ്ടി വരും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹത്തിന്റെ തെറ്റെന്ന് അടക്കം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സ്വർണ്ണപ്പാളി വിജയൻ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, താങ്കളുടെ നിരീക്ഷണം തെറ്റാണ്. ഞങ്ങൾ എന്താണെന്നോ, ഞാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി വന്ന് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ ഈ ശരം പോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും നെഞ്ചു വിരിച്ച് നിൽക്കുന്നതും ഞങ്ങളുടെ സഹാക്കന്മാരോ ഞങ്ങളുടെ നേതാക്കന്മാരോ ഈ തരത്തിൽ ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്തായാലും നിങ്ങളിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ നുണ പറയരുതെന്ന്, പറഞ്ഞതൊക്കെ നുണയാണോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.